വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. അതിന് എല്ലാവരും അത് ചെയ്യുന്നുമുണ്ട്. എന്നാൽ വാഹനം റിപ്പയർ ചെയ്യുക അത്ര എളുപ്പമല്ല. ശ്രദ്ധ മാത്രം പോരാ, കൈവഴക്കവും വേണം. എന്നാൽ വളയിട്ട കൈകൾ വളയം മുറുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു വനിതാ മെക്കാനിക്കിനെ നമുക്ക് പരിചയപ്പെടാം. ഞങ്ങളിവിടെ ഒരു വർക്ക്ഷോപ്പ് ഇട്ടേക്കാണ് ചാലക്കുടി മുരിങ്ങൂരുള്ള സ്ഥലത്ത്. 2 വർക്ക്ഷോപ്പായിട്ടോ. ഒരെണ്ണം കട്ടിപ്പൊക്കത്തുണ്ട് ചാലക്കുടി തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വീലർ മെക്കാനിക്കാണ്. ഈ ഫീൽഡിലോട്ട് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ ഒരു മെക്കാനിക്കാണ്. ആ ബേസിലാണ് ഞാനിങ്ങോട്ട് എത്തിയത്. ഇതിനകത്തോട്ട് ഇപ്പം ഇറങ്ങിയിട്ട് ഞാനൊരു 4 വർഷമായി. അപ്പോൾ ഏകദേശം ഇപ്പം എല്ലാ വർക്കുകളും ചെയ്യും. ഇപ്പം പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ഒന്ന് മേൽനോട്ടം വഹിച്ച് നടന്നാൽ മതി. അപ്പോൾ ഇതൊരു ഫാമിലി ഗാരേജ് ആണ് കേട്ടോ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും കൂടിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത്. വണ്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓടിക്കാനൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ഫീൽഡിൽ പണി ചെയ്യണം അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലവർക്കാണ്, കുഴപ്പമില്ല. ഇപ്പം കയ്യിൽ കുറച്ച് കരിയായെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കഴുകി കളഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഫുൾ ടൈം ഇവിടെയാണ്. ഡിഗ്രി എടുത്ത ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് ഞാൻ ഇവിടെ കയറിയതാണ്. അത് ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവിടെ തന്നെ. ഇനി അങ്ങോട്ടും ഇത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് വോക്സ്വാഗൺ. ഏറ്റവും പണിയാനും ഇഷ്ടം ഇത് തന്നെയാണ്. ആദ്യം തന്നെ ചേട്ടനോട് വർക്ക് ചെയ്യുന്നവന്ന് തരുമല്ലേ ചെയ്തേ. ആദ്യം തന്നെ ചേട്ടൻ ചെയ്യുമ്പോൾ ഒപ്പം നിന്ന് ടൂൾസ് എടുത്ത് സഹായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയായിരുന്നു ഫസ്റ്റ്. പിന്നെ ഓരോന്നോരോന്ന് തരാൻ തുടങ്ങി. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യിപ്പിച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ തന്നെ ചെയ്ത് തുടങ്ങി. ഇപ്പം ഇവിടെ വരെ എത്തി. ലീവിനൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ ഓരോ സ്ഥലത്തൊക്കെ വർക്കിന് വരും. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫ്രീലാൻസറായിട്ട് ഇങ്ങനെ വീടുകളൊക്കെ പോയി വർക്ക് ഉണ്ടായിരുന്നേ. അപ്പം അങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചെടുത്താണ്. ക്യാഷിൻ്റെ ഏരിയ മാത്രം മമ്മി, ആദ്യം ബില്ലിംഗ് സൈഡൊക്കെ മമ്മി ആയിരിക്കും. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെ നോക്കുക. സാധനങ്ങൾ വേണ്ട ഓർഡർ എടുക്കലും കസ്റ്റമർ ഡീലിലും വണ്ടി ഓടിച്ച് നോക്കലും എല്ലാം ഇവിടെ തന്നെ ചെയ്യുക. അവളെ ഏൽപ്പിക്കുന്നത് പക്കയായിരിക്കും. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും ഈ പാർട്സ് ഓർഡർ എടുക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. കാര്യങ്ങൾ നോക്കി കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഞാനല്ല ആശാൻ, ഇപ്പൊ ഇവിടെ ആശാത്തി നമ്മളിപ്പോ എന്നെ പഠിപ്പിക്കുകയാണ്. കൂടുതലും ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. കാരണം ഫുൾ ടൈം പല കംപ്ലൈൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വള്ളി കംപ്ലൈൻറ്റ്സ് അത് കണ്ടുപിടിക്കുന്നതിന് അതുപോലെ കഴിവ് വേണം. എന്നാലും ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഫീൽഡിന് ആരും അങ്ങനെ കുറച്ച് കാണരുത്. നല്ലൊരു അടിപൊളി ഫീൽഡാണ്. മാക്സിമം ഇങ്ങനത്തെ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പിള്ളേർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് അവരെ പുറകോട്ട് വലിക്കാണ്ട് അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുവരിക. അവൾ കംപ്ലീറ്റ് വർക്കും ചെയ്യും. ഫുൾ സപ്പോർട്ടാണ് അവൾക്ക്. ഇപ്പം അവനും അവളുമായിട്ട് നല്ല ടൈമിലാണ് പോണത്. വർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അവർ വന്ന് കയറുമ്പോഴുള്ള ഒരു ചിരിയുണ്ട്. അതിൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്ക്. അവർ സംതൃപ്തരാണ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് തന്നെ വളരെ ഹാപ്പിയാണ് ഞങ്ങളിവിടെ. തൊഴിൽ മേഖലയിലെ ലിംഗവൽക്കരണത്തെ പൊളിച്ചെഴുതുകയാണ് ഹെൽനയെ പോലെയുള്ള യുവതികൾ. ഹെൽനയുടെ ഈ മെക്കാനിക് മേഖലയിലേക്കുള്ള രംഗപ്രവേശം മറ്റ് ഒരുപാട് പേർക്ക് പ്രചോദനമേകട്ടെ. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അപ്പോൾ ഓക്കെ.